ഹലോ നന്ദന, ഇതൊക്കെയുണ്ട്. ലൈക്ക് അടിച്ച് വന്നോടനെ ഒരു ലൈക്ക് അടിച്ചല്ലോ നന്ദന. കാർഡ് നോക്കണോ? രാധാകൃഷ്ണൻ, ഹലോ, ഹായ് രാധാകൃഷ്ണൻ. ലൈക്ക് അടിക്കൂ, വീഡിയോയിൽ ലൈക്ക് അടിക്കൂ. ലൈക്ക് നമ്പർ 1 നന്ദന. യെസ്, ഓക്കെ. നന്ദന ചോദിക്കണോ അതോ നമ്പർ എടുക്കണോ? നന്ദന വന്ന ഉടനെ ലൈക്ക് അടിച്ചു. ഡേവിഡ് മീഡോ, ഹായ് ഡേവിഡ്, ഹായ് രാധാകൃഷ്ണൻ. ചോദിക്കണോ? ഞാൻ ആക്ച്വലി ലൈവ് ചെയ്യാൻ വന്നതല്ല, നമ്മുടെ വൈകുന്നേരത്തെ പ്രോഗ്രാമിനെ പറ്റി പറയാൻ വന്നതാണ്. നമുക്ക് വൈകുന്നേരം ഇന്നൊരു പ്രോഗ്രാമുണ്ട്. ലൈക്ക് നമ്പർ 3 മഞ്ജിമ, ഓക്കെ. രാധാകൃഷ്ണൻ ലൈക്ക് നമ്പർ 1 എൻ്റെ സുഹൃത്ത്. ലൈക്ക് നമ്പർ 1 ഒരു ആൾ ഉണ്ട് കേട്ടോ ഇവിടെ. ലൈക്ക് നമ്പർ 2 ആണ് രാധാകൃഷ്ണൻ. ലൈക്ക് നമ്പർ 1 നന്ദനയാണ്. ലൈക്ക് നമ്പർ 2 രാധാകൃഷ്ണൻ. ലൈക്ക് നമ്പർ 3 മഞ്ജിമ, ഓക്കെ. നമ്പർ 1 എൻ്റെ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്ന് നോക്കാമോ മാം? നോക്കാം. ഞാനും സൂരജും ഒന്നിക്കുമോ എന്ന് നോക്കുമോ? നന്ദന ഈ ചോദ്യത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മാഡം എനിക്ക് കല്യാണം എന്ന് നടക്കുമെന്നും പറയാമോ? ഡേവിഡ് ലൈക്ക് നമ്പർ ഇടൂ. ലൈക്ക് നമ്പർ 4 ആണ്. ആരാണ്? പൂജ പ്രസാദാണ് ലൈക്ക് നമ്പർ 4. ഓക്കെ. ലൈക്ക് നമ്പർ 5 ആണ് ഡേവിഡ്. ലൈക്ക് നമ്പർ 5 വരണം. ഒരു ലൈക്കും കൂടെ. ലൈക്ക് ഇട്ടില്ല, ആരോ ഒരാൾ ലൈക്ക് ഇട്ടിട്ടില്ല. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മുടെ നന്ദനയുടെയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള റീഡിംഗ് എല്ലാം മറന്നേക്കൂ. ഇന്നത്തെ നോക്കാം. ഇഫ് യു ഗെറ്റ് നെർവസ്, ഫോക്കസ് ഓൺ സർവീസ്. Put your entire intention on answering the question, how can I make the world a better? ലോ ഓഫ് അട്രാക്ഷൻ ആണ് പറയുന്നത്. നന്ദന മാനിഫെസ്റ്റ് ചെയ്യൂ. മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഒന്നിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ എപ്പോഴും പറയുക, ഞങ്ങൾ ഒന്നിക്കും എന്നിങ്ങനെ പറയുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്നിക്കില്ല, അല്ലെങ്കിൽ പോയോ എന്ത് പറ്റി, എന്താ എന്നെ വിളിക്കാത്ത, ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. എങ്കിലും ഒന്നിക്കും കേട്ടോ. മാനിഫെസ്റ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത് നന്ദനയ്ക്ക്. അടുത്തത് 2 രാധാകൃഷ്ണൻ. എൻ്റെ സുഹൃത്ത് ജിഷു ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. നോക്കട്ടെ. നിങ്ങളെല്ലാവരും വൈകുന്നേരത്തെ റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ലിന് വരണം കേട്ടോ. ഇന്ന് വൈകുന്നേരം 8 മണിക്കാണ്, ഇന്ത്യൻ ടൈം 8 മണിക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ലാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് അതിനൊരു ആശ്വാസം കിട്ടും. പക്ഷേ അത് പെയ്ഡാണ്. 100 രൂപയുള്ളൂ, ഒരാൾക്ക് 100 രൂപ. വന്ന് കാണാം, കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി വേണോ വേണ്ടതെന്ന്. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നതാണ് നിങ്ങളുടെ പേരെഴുതി ഞാൻ ആ തീയിലിടും. ഫ്രോഗ് സ്പിരിറ്റ് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കട്ടെ. ക്ലിയർ ഔട്ട് ദ ക്ലട്ടർ. രാധാകൃഷ്ണൻ, പുള്ളിക്കാരിക്ക് താല്പര്യമില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. വെച്ചോളൂ, എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. ഇതൊരു ക്ലട്ടറാണ്, ഇത് എന്നെ ശല്യം ചെയ്യുന്ന ഒരു ചിന്തയാണ്, അതെനിക്ക് എടുത്ത് മാറ്റണം എന്നാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത്. ഇനി അടുത്ത ലൈക്ക് നമ്പർ 3 ആരായിരുന്നു? ലൈക്ക് നമ്പർ 4. ലൈക്ക് നമ്പർ 3 മഞ്ജിമ. അലൻ വി ജോൺ ആയിട്ട് എനിക്കൊരു മാരീഡ് ലൈഫ് ഉണ്ടാകുമോ മാം? നോക്കട്ടെ മഞ്ജിമ. ഇത് മഞ്ജിമ ചോദിച്ചിട്ടുള്ളൂ. എന്നും ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ചില ദിവസം ആളിൻ്റെ മനസ്സ് മാറുന്നതനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ചോദിക്കുന്ന ആളിൻ്റെ മനസ്സ് മാറുന്നതനുസരിച്ചിരിക്കും. ഇൻവേർട്ടഡ് കാർഡാണ് വന്നത്, സ്പൈഡറാണ് വന്നത്. മേക്ക് യുവർ ഡ്രീംസ് റിയൽ. നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ പിന്നെ മാരീഡ് ലൈഫ് ഉണ്ടാകണോ വേണ്ടേ നിങ്ങൾ വിചാരിക്കണം. സ്പൈഡർ കണ്ട അതിൻ്റെ കൂടെ അത് കെട്ടി പോന്ന കണ്ട. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ
ഞാനിപ്പോൾ വല വീശുക എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാരീഡ് ലൈഫ് ഉണ്ടാകും. മഞ്ജിമ നമ്പർ 4 ആര? പൂജയാണ്. പൂജ വെറുതെ ഒരു കാർഡ് എടുത്താൽ മതിയോ? ഏതെങ്കിലും ഒരു കാർഡ് എടുത്താൽ മതിയോ പൂജ? പൂജ പ്രസാദ്, ഏതെങ്കിലും ഒരു കാർഡ് എടുത്താൽ മതിയോ? അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? മനസ്സിൽ വെച്ചാലും മതി. ഓക്കെ, ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാം. ഞാനൊരു ഏഞ്ചൽ കാർഡ് എടുക്കാം. പൂജയ്ക്ക് എന്താ ഏഞ്ചൽ മെസ്സേജ് എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഇത് കൊള്ളാമോ? നമ്മുടെ ടേബിൾ ഇന്ന് അറേഞ്ച്മെൻറ്റ് കൊള്ളാമോ? ഞാനിന്ന് എൻ്റെ മറ്റേ വീട്ടിലാണ്. മഞ്ജിമ, ഓക്കെ, താങ്ക് യു. ഹീലിംഗ് ഏഞ്ചൽ ഇസ് വിത്ത് യു, സപ്പോർട്ടിങ് യുവർ ഹീലിംഗ് വർക്ക്. പൂജ, വെരി ഗുഡ് കാർഡ് കേട്ടോ. ഹീലിംഗ് നടക്കുന്നുണ്ട്. ഹീലിംഗ് ഏഞ്ചൽ ഇസ് വർക്കിംഗ് ഓൺ യുവർ പ്രോബ്ലം. ഇഷ്യൂവിൽ ഹീലിംഗ് ഏഞ്ചൽ റഫേൽ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു വാർത്ത വരും പൂജയ്ക്ക് കേട്ടോ, നന്നായി വരും. ലൈക്ക് നമ്പർ 5 ആരാണ്? ലൈക്ക് നമ്പർ 5 റസിയ സലാം. 2-3 പേര് ലൈക്ക് നമ്പർ 5. ചിഞ്ചു, സനൽ. ആദ്യം ആരാഴ്ച നോക്കട്ടെ. താങ്ക് യു മാം. ഒന്നിക്കൊന്ന് പ്രതീക്ഷിക്കട്ടെ ഞാൻ. ഒന്നിക്കൊന്ന് പ്രതീക്ഷിച്ചോ. ലൈക്ക് നമ്പർ 5 ഡേവിഡ്. ലൈക്ക് നമ്പർ 5. ഓക്കെ ഡേവിഡ്, ചോദ്യം ചോദിക്കൂ. ലൈക്ക് നമ്പർ 5. ലൈക്ക് നമ്പർ 5 ഡേവിഡ്. ലൈക്ക് നമ്പർ 6 ആരാണ്? ഇതിനകത്തൊരു ചഞ്ചു സനലുണ്ട്, റസിയ സലാമുണ്ട്. ലൈക്ക് നമ്പർ 7. ഡേവിഡ്, ക്വസ്റ്റ്യൻ ചോദിക്കൂ. എൻ്റെ കല്യാണം നോക്കട്ടെ, ഇത് നോക്കാം. ഡേവിഡിൻ്റെ കല്യാണം എപ്പോൾ നടക്കും? ഡേവിഡിൻ്റെ കല്യാണം എപ്പോൾ നടക്കും? അപ്പോൾ ഞാനോ ലൈവിൽ വന്ന ഉടനെ എല്ലാവരും വരുമല്ലോ, പ്രതീക്ഷിച്ചിരിക്കുന്നു. നല്ല കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രതീക്ഷ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പം ഡേവിഡിൻ്റെ കല്യാണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാൻഡ് പൈപ്പർ സ്പിരിറ്റ്, ബി പ്ലേഫുൾ. ഒരു 6 മാസം പ്രതീക്ഷിക്കാം ഡേവിഡ്. 6 months to 1 year പ്രതീക്ഷിക്കാം കേട്ടോ. പക്ഷെ നല്ലോണം നോക്കണം. ഇപ്പം മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കും, ഇല്ലെങ്കിൽ നോക്കുക. അടുത്ത ലൈക്ക് നമ്പർ 7. ഇതിൻ്റെ അകത്ത് വേറെ ആൾക്കാർ ലൈക്ക് നമ്പർ 5 ഒരു 2-3 പേരിട്ടിട്ടുണ്ട്. ആരാന്നറിയില്ല. ഷിജു പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടക്കുമോ എന്ന് അറിയണം. റസിയ ലൈക്ക് നമ്പർ 7 ആണെന്ന് വിചാരിക്കട്ടെ. ലൈക്ക് നമ്പർ 8 ആണ് അടുത്തത്. ലൈക്ക് ഇട്ടിട്ടില്ലാത്തവർ പോയി ഇടുക. ലൈക്ക് നമ്പർ 8 ആണ് അടുത്തത്. ലൈക്ക് നമ്പർ 7 റസിയ ഞാൻ എടുക്കാൻ പോവുക. അപ്പം അടുത്ത ലൈക്ക് ഷിജു ആണ്. ലൈക്ക് നമ്പർ പിന്നെ ഒരു ലൈക്ക് കുറഞ്ഞല്ലോ. ആരോ ഒരു ലൈക്ക് അപ്പോൾ 7. ഓക്കെ, റസിയയുടെ കാര്യം നടക്കുമെന്നാണ് നോക്കാൻ പോകുന്നത്. കൊയോട്ടെ സ്പിരിറ്റ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡീറ്റോസ്. റസിയ നടക്കും, ഉറപ്പായിട്ടും നടക്കും. പക്ഷെ നല്ലോണം ദൈവവിശ്വാസം വേണം കേട്ടോ. ആരെയാണോ സങ്കല്പിക്കുന്നത്, ആരെയാണോ പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ വിളിക്കുന്നത്, നല്ല ശക്തമായിട്ട് വിളിച്ചോ. അതാണ് അത് പറയുന്നത്. ഉറപ്പായിട്ടും നടക്കും. പക്ഷെ നല്ലതുപോലെ ആഞ്ഞ് വിളിച്ചോ. ദൈവത്തിനെ, ഏതാ ദൈവമാണോ വിളിക്കുന്നത് ആ ദൈവത്തിനെ വിളിച്ചോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതാണ് കാർഡ് കേട്ടോ. അടുത്തത് ഞാനൊരു പറഞ്ഞു. ഷിജു, എൻ്റെ പേഴ്സണായി കല്യാണം. എല്ലാവരും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടി ഫോളോ ചെയ്തു പേഴ്സണൽ റീഡിംഗ് എടുക്കൂ.
എല്ലാവരും മാമിൻ്റെ. താങ്ക് യു പൂജ, താങ്ക് യു. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ ഇവിടെ. പൂജ, താങ്ക് യു. പേഴ്സണൽ റീഡിങ് 2000 രൂപയാണ് കേട്ടോ. പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഫോണിൽ കൂടിയാണ് പേഴ്സണൽ റീഡിങ്. 1 hour ആണ് ടൈം. 1 hour ഓർ ലെസ്. ഇപ്പം നിങ്ങൾ 15 മിനിറ്റ് ഫോണിൽ സംസാരിച്ചാൽ 2000 രൂപയാവും. 1 മണിക്കൂർ സംസാരിച്ചാൽ 2000 രൂപയാവും. 1 മണിക്കൂർ കഴിയുമ്പം ചാർജ് കൂടും. അപ്പോൾ ഇതാണ് ഫോണെന്ന് പറയുമ്പോൾ നമ്മൾ വാട്സാപ്പ് കോളാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും വിളിക്കാം. ദുബായിൽ UAE-യിലുള്ളവർക്ക് പിന്നെ ബോട്ടിമിൽ ഞാൻ നമ്പർ തരാം. ബാക്കിയുള്ളവർക്ക് പിന്നെ വാട്സാപ്പിൽ വിളിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ താങ്ക് യു മാം, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ലൈക്ക് 7 രാഖി. ഇതിൻ്റെ ഇടയിൽ ആരോ വന്നല്ലോ. റസിയയുടെ പറഞ്ഞു. ഷിജുവിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? അതിന് മുമ്പേ ഒരു രാഖിയുണ്ട്. രാഖി TA 7 ആണ് രാഖിയുടെ ലൈക്ക്. ഹസ്ബൻഡ് ശിവശങ്കർ, നെക്സ്റ്റ് ആക്ഷൻ നോ കോണ്ടാക്ട്. എന്താ രാഖിക്ക് അറിയേണ്ടത്? കോണ്ടാക്റ്റ് ഉണ്ടാവുമോ എന്നാണോ അതോ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നാണോ? രാഖിയുടെ എത്തായിരിക്കാൻ നോക്കാൻ പോവാണ്. രാഖിയുടെ കാർഡ് എടുക്കണേ. ഇൻവേർട്ടഡ് ആണ് വന്നത്. ബ്രൗൺ ബെയർ സ്പിരിറ്റ്. ടേക്ക് ടൈം ഓൺ. രാഖി ഇപ്പോഴെങ്ങും കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. കുറച്ച് സമയമെടുക്കും. അത് മാത്രമല്ല, ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ്. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തലകുത്തി വരുമ്പം അത് ഒരു നെഗറ്റീവാണ് കാണുന്നത്. പക്ഷേ ഇല്ല എന്ന് ഞാൻ തീർത്തും പറയത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷിക്കാം. പക്ഷെ ഉടനെ ഇല്ല. അത്രയേ ഉള്ളൂ. ആരടുത്ത? ഷിജു. ഇനി ഒരു ലൈക്കൊന്നും വരുന്നില്ലല്ലോ. ലൈക്കിട്. ഷീജ അജിമോൻ. ലൈക്ക് 5 ഒക്കെ കഴിഞ്ഞു ഷീജ. ഇത് ലൈക്ക് നമ്പർ ഇടണം. നമ്പർ 8 ആണ്. 8 ഇടുവോ അടുത്തത് അവരെ നോക്കും. ഇടുവോ അടുത്തത് അവരുടെ നോക്കും. എന്നിട്ട് ലൈക്ക് നമ്പർ 8 ആര് ചെയ്യുമോ അവരുടെ നോക്കും. ലൈക്ക് നമ്പർ 7 വരെ എത്തി നമുക്ക്. ലൈക്ക് നമ്പർ 6 ആയല്ലോ. ഒരാൾ ലൈക്ക് എടുത്ത് മാറ്റി. ഒരാൾ രണ്ടാമത് ലൈക്കിൽ ക്ലിക്ക് ചെയ്ത്. അതാരാ? അപ്പോൾ ഒരാൾ ലൈക്ക് തന്നിട്ടില്ലായിരുന്നു. നമ്മുടെ ആരുടെയോ പറഞ്ഞു ഇവിടെ ലൈക്ക് തന്നിട്ടില്ല. ഷീജ അജിമോൻ ചേഞ്ച് ലൈക്ക് നമ്പർ. ഷീജ അജിമോൻ ലൈക്ക് നമ്പർ മാറ്റൂ. ഷീജ അജിമോൻ ലൈക്ക് ഇട്ടില്ല കേട്ടോ. ലൈക്ക് ഇടാം ആദ്യം. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം ഉണ്ടാവുള്ളേ. ഇപ്പം ഞാൻ പോവും. ഇവിടെ ലഞ്ച് ടൈമൊക്കെ ആയി. ഞാൻ പോവും. പിന്നെ ഞാൻ വന്നത് ഇന്നിപ്പോൾ റീഡിങ്ങിനല്ല വന്നത്. യഥാർത്ഥത്തിൽ റീഡിങ് നാളെ ഉണ്ടാവുള്ളൂ. ഞാൻ വന്നത് പിന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെൽ ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് വരാം. നിങ്ങൾ ആദ്യം കണ്ടു നോക്കുക എന്താ ചെയ്യുന്നതെന്ന്. ഇതുപോലൊരു സെറ്റപ്പ് ആയിരിക്കും. കുറച്ച് തീ ഉണ്ടാവും. അതിനകത്തോട്ട് ഓരോരുത്തരുടെ പേര്, അതായത് പെയ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക്, സർവീസ് എടുക്കുന്നവർ, ഇപ്പോൾ എനിക്ക് വേണം, ഇപ്പം ഒരാൾക്ക് വേണം എന്ന് വെച്ചോ, അപ്പം എനിക്ക് എൻ്റെ പേര് കൂടി ഇതിനകത്ത് ചേർക്കണം എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ പേര് ഒരു പാച്ച്മെൻറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ ആ തീയിലോട്ടിടും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഹീലിംഗ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഒരു നെഗറ്റീവ് സൈഡിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ ആ സമയത്ത് GPay മാത്രമേ ഉള്ളൂ. GPay നമ്പർ ആ സമയത്ത് ഇവിടെ കൊടുക്കും. അതിൽ ഇട്ടാൽ മതി, പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു പിന്നെ പേയ്മെൻറ്റ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പേരെഴുതി ആ തീയിലോട്ടിടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം വരണം. ആദ്യം കണ്ടു നോക്കുക. നിങ്ങൾ പൈസയൊന്നും ഇടണ്ട. ആദ്യം നിങ്ങൾ കണ്ടു നോക്കുക
എന്താ ചെയ്യുന്നതെന്ന് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേര് പറയുക, പൈസ ഇടുക, അത് അതിനകത്ത് പേരെഴുതി അതിലിടും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് 8 മണി തൊട്ട് 9 മണി വരെ 1 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. കൃത്യം 8 മണിയാകുമ്പോൾ വരണം താല്പര്യമുള്ളവർ. അപ്പോൾ ഇന്ന് റീഡിങ് ഇനി ഇല്ല, റീഡിങ് നാളെ ഉള്ളൂ. നാളെ പിന്നെ സമയം ഞാൻ പിന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലിടും സമയം, അതുപോലെ ഇൻസ്റ്റയിലും കൂടെ സമയം ഇടുന്നതായിരിക്കും എപ്പോഴാണ് റീഡിംഗ് ഉള്ളത്. ഇന്ന് വൈകുന്നേരം എന്തായാലും എല്ലാവരും വരണം. നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ പേ ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ കാണാനെങ്കിലും വരണം. എന്താ അതെന്ന് ഉള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടിരിക്കാനെങ്കിലും വരണം കേട്ടോ. അതുകൊണ്ട് ശരി, എന്നാൽ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ലൈവ് അവസാനിക്കുകയാണ്. ഇനി ഇന്ന് വൈകുന്നേരം 8 മണിക്ക് കാണാം. താങ്ക് യു.